ചോതി നക്ഷത്രം. നക്ഷത്രക്രമത്തിൽ 15-ാം സ്ഥാനമാണ് ചോതി നക്ഷത്രത്തിന് കൽപ്പിച്ചിരിക്കുന്നത്. ആകാശത്തിൽ പൊൻകട്ട പോലെ കാണപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ചോതി നക്ഷത്രം. സത്യവും ന്യായവും വിനയവും ഉള്ള ചോതി നക്ഷത്രക്കാർക്ക് ബുദ്ധിവൈഭവവും നിരീക്ഷണ പാഠവും ജന്മസിദ്ധമാണ്. സ്വന്തം പ്രയത്നം കൊണ്ട് പുരോഗതി നേടുവാൻ ഇഷ്ടപ്പെടുന്ന ഇവർ ആത്മനിയന്ത്രണത്തോടുകൂടി പെരുമാറുന്നവരാണ്. സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ സഹതാപത്തോടെ നോക്കിക്കാണുന്ന ഇവർക്ക് ചതിവ് പറ്റാനും എളുപ്പമാണ്. നല്ല സുഹൃത്തുക്കളെയും കപടനാട്യക്കാരെയും തമ്മിൽ തിരിച്ചറിയാൻ ഇവർക്ക് പൊതുവെ കഴിയാറില്ല. അതുപോലെ മറ്റുള്ളവരെ പറ്റി സ്വരൂപിച്ച അഭിപ്രായം മാറ്റാനും ഇവർ തയ്യാറാവില്ല. ഈ നക്ഷത്രത്തിൽ ജനിച്ച മിക്കവരും നല്ല ആരോഗ്യമുള്ളവരും ആകർഷണീയമായ ശരീരത്തോടു കൂടിയവരും ആയിരിക്കും. ഇവരുടെ പുറം വടിവും ഉള്ളം കാലുകളും ഉയർന്നിരിക്കും. മിക്കവാറും പുഷ്ടിയുള്ള ശരീരമായിരിക്കും ഇവരുടേത്. ഏത് കാര്യത്തിലും നല്ല സാമർഥ്യമുള്ളവരായിരിക്കും ചോതി നക്ഷത്രക്കാർ. തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സം വരാത്ത വിധം സ്വന്തം നിലയിൽ കാര്യലാഭങ്ങളില്ലാത്തതാണെങ്കിൽ പോലും ഇവർ ആർക്കു വേണ്ടിയും ബുദ്ധിമുട്ടാനും കഷ്ടപ്പെടാനും മടി കാണിക്കില്ല. എന്നാൽ തൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാളുടെ കീഴിൽ പണിയെടുക്കുക എന്നത് ഇവർക്ക് തീരെ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അഭിമാനബോധവും ഏതു ദുർഘടസന്ധിയിലും പതറാത്ത മനസ്സും ഇവർക്കുണ്ടായിരിക്കും. ഒരു സാമാന്യ മര്യാദയിൽ കവിഞ്ഞ് എത്ര വലിയവരെയും ഇവർ ബഹുമാനിക്കാനും ആശ്രയിക്കാനും തീരെ ഇഷ്ടപ്പെടില്ല. ഈ സ്വഭാവം ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിൽ പല ശത്രുക്കളെയും ഇവർ സമ്പാദിക്കും. മാത്രമല്ല മറ്റുള്ളവരുടെ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇത് വഴിതെളിക്കുകയും ചെയ്യും. തന്നെ ആശ്രയിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും വേണ്ടി എന്ത് ചെയ്യാനും ഇവർ മടിക്കില്ല. എന്നതുപോലെ തനിക്ക് ഹിതമില്ലാത്തവരോട് എന്തു പ്രതികാരവും വേണ്ടി വന്നാൽ ചെയ്തെന്നും വന്നേക്കും. ചോതി നക്ഷത്രക്കാർ പൊതുവെ ശാന്തശീലരായിരിക്കുമെങ്കിൽ കൂടി നിർബന്ധ ബുദ്ധിയും സ്വാതന്ത്ര്യബോധവും അല്പം കൂടുതലായിരിക്കും. ഇവരുടെ സ്വഭാവത്തിലെ മറ്റൊരു പ്രത്യേകത തങ്ങളുടെ പ്രവൃത്തികളെ മറ്റാരും എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്യരുതെന്നാണ്. ഇതിവർക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ശോഭിക്കാറുള്ള ഇവർ ചിലപ്പോൾ വളരെ സാഹസികമായി പെരുമാറിയെന്നും വന്നേക്കും. ശാരീരികമായി ചില്ലറ അസ്വസ്ഥതകൾ ഉണ്ടായാലും ഇവർ അതിനെ കാര്യമായി പരിഗണിക്കാറില്ല. സുദൃഢമായ ഈ മനഃശക്തിയും വൈരാഗ്യബുദ്ധിയുമാണ് ഇവരെ എല്ലാ കാര്യത്തിലും വിജയിപ്പിക്കുന്നത്. പങ്കാളിയുമായി ഇടയ്ക്കിടെ കലഹിക്കുമെങ്കിലും അത് രഹസ്യമായി വയ്ക്കാൻ ശ്രമിക്കുന്ന ഇവർ കുടുംബ ഭദ്രതയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നവരായിരിക്കും. അഭിവൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടി പരിശ്രമിക്കാനുള്ള കഴിവുള്ളവരാണ് ഇവരെങ്കിൽ കൂടി അടിക്കടി ഉണ്ടാകുന്ന മനോദുഃഖത്താൽ കാര്യപരാജയങ്ങളും സംഭവിക്കും. സ്വന്തക്കാർക്ക് വേണ്ടി പരിശ്രമിക്കുക, കഴിയും വിധം അവർക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കുക എന്നതൊക്കെ ഇവരുടെ ജീവിതത്തിലെ ആദ്യ പരിപാടി ആയിരിക്കുമെങ്കിലും ഒടുവിൽ ഇതെല്ലാം കാറ്റിൽ പറന്ന പഞ്ഞുപോലെ ക്ഷണത്തിൽ അപ്രത്യക്ഷമാവുകയാണ് സാധാരണ കണ്ടുവരാറുള്ളത്. മാത്രമല്ല അവസാനം ഇവർ അക്കൂട്ടരാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തേക്കും. ചോതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ പതിഭക്തിയും പാതിവൃത്യവും സത്യവും ഉള്ളവരായിരിക്കും. കുടുംബത്തിൽ ദോഷം വരാൻ അനുവദിക്കാത്ത മനസ്സും ജീവിതവുമാകും ഇവർക്കുള്ളത്. ഗാർഹികവും ഔദ്യോഗികവുമായ എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കാനും ഇവർക്ക് കഴിയും. സാവകാശം നടക്കുന്നവരായിരിക്കും ഇവരിൽ മിക്കവരും. നല്ല ബന്ധുക്കളും പ്രശസ്തിയും ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ചോതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഏകദേശം 8 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ബാലാരിഷ്ടതാകാലം നിറഞ്ഞിരിക്കുന്നതായ സമയമാണ്. 8 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം വളരെയധികം ഗുണപ്രദമായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾക്ക് ഈ സമയത്തിനുള്ളിൽ തന്നെ വിവാഹാദി മംഗളകാര്യസിദ്ധിയും സംഭവിക്കും. പുരുഷന്മാർക്ക് നല്ല വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതയും എല്ലാം തന്നെ ഈ സമയത്തിൽ പറയുന്നുണ്ട്. 24 വയസ്സിന് ശേഷം 43 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണവും ദോഷവും ഇടകലർന്ന് ചെയ്യുന്ന സമയമാണ്. ഈ സമയത്തിൽ കുടുംബജീവിതത്തിൽ അഭിവൃദ്ധി, സാമ്പത്തികമായുള്ള അഭിവൃദ്ധി, രാജകീയ ബഹുമാനസ്ഥാന ലബ്ധി, പുതിയ ഗൃഹനിർമ്മാണ യോഗം മുതലായ സൽഫലങ്ങളെല്ലാം തന്നെ അനുഭവമാകും. 43 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണപ്രദമായിരിക്കുന്ന സമയം തന്നെയാണ്. 60 വയസ്സ് മുതൽക്ക് 67 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ചെറിയ രീതിയിൽ ദോഷപ്രദമായിരിക്കുന്ന സമയമായിട്ടാണ് കണ്ടുവരുന്നത്. ഈ സമയ കാലഘട്ടത്തിൽ ശാരീരികപരമായിരിക്കുന്ന അസ്വസ്ഥതകൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 67 വയസ്സിന് ശേഷം സമാധാനപൂർണ്ണമായിരിക്കുന്ന ജീവിതം കെട്ടിപ്പടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചോതി നക്ഷത്രത്തിന് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ അനിഷം, മൂലം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളും ഇടവം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രമായ കാർത്തിക, രോഹിണി, മകീരം എന്നീ നക്ഷത്രങ്ങളും പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്.
ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം ചെയ്യുന്നതും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഇവർക്ക് ശനിയുടെയും കേതുവിൻ്റെയും സൂര്യൻ്റെയും ദശാകാലം പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന സമയമായതിനാൽ ഈ സമയത്തിൽ വിധിപ്രകാരമുള്ള പരിഹാരക്രമങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. തിരുവാതിര, ചോതി, ചതയം എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റ് ശുഭകാര്യങ്ങൾക്കും വളരെയധികം ഉത്തമമാണ്. സർപ്പത്തിനും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ല രീതിയിൽ ഗുണം ചെയ്യും. രാഹുപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നതും സർപ്പക്കാവിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതെല്ലാം തന്നെ വളരെയധികം ഗുണപ്രദമാണ്. രാശിയുടെ അധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളായ മഹാലക്ഷ്മി ഭജനം, ലളിതാ സഹസ്രനാമ ജപം തുടങ്ങിയവയും ഗുണം ചെയ്യും. വെള്ളിയാഴ്ചയും ചോതി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസത്തിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ ചെയ്യാവുന്നതാണ്. ചോതി നക്ഷത്രത്തിന് അനുയോജ്യമായിരിക്കുന്ന ചോതി നക്ഷത്രത്തിന്റെ ജന്മവൃക്ഷം നീർമരുതാണ്. മഹിഷമാണ് മൃഗം. കാക്ക പക്ഷി, പുരുഷയോനി, ദേവഗണം, വായുഭഗവാനാണ് താരദേവത. ചോതി നക്ഷത്രത്തിൽ ജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് അനുയോജ്യമായ നിറങ്ങൾ വെള്ളയും ഇളനീലയും കറുപ്പുമാണ്. അനുയോജ്യമായ രത്നം ഗോമേതകമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക.